Hi friends, we are going to start the preparation of analog circuits. Analog circuits in the class we start. I have already told that there are 7 chapters in analog circuits and the first chapter is op-amp application. So what is meant by op-amp? Op-amp stands for operational amplifier. It can do some operation as well as amplification. Operation addition, subtraction, integration, differentiation അങ്ങനെ ഒരുപാട് ഓപ്പറേഷൻസ് നമുക്ക് ഓപ്പ് ആമ്പ് വെച്ച് പെർഫോം ചെയ്യാൻ പറ്റും അലോങ് വിത്ത് ആംപ്ലിഫിക്കേഷൻ. നമ്മൾ ആൾറെഡി അതിൻ്റെ ഐ സി ഫെമിലിയർ ആണ്, നമ്മുടെ ലാബിലൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ഐ സി ആണ്. സോ ദിസ് ഈസ് ദ ഐ സി ഡയഗ്രാം ഫോർ ഓപ്പ് ആമ്പ്. MU-A741 എന്ന് പറയുന്ന ഐ സി ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. MU-A741 എന്ന് പറയുന്ന ഐ സി ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ വാട്ട് സ്റ്റാൻഡ്സ് ഫോർ MU-A? MU-A എന്ന് പറയുന്നത് ഫെയർ ചൈൽഡ് ആണ്. ഫെയർ ചൈൽഡ് ഐ സി മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനിയാണ് MU-A എന്ന് പറയുന്നത്. സോ ഈ 741 ഐ സി നമ്മൾ നോക്കുകയാണെങ്കിൽ 4+4 ടോട്ടൽ 8 പിൻസ് അവൈലബിൾ ആണ്. 8 പിൻസ് നമുക്ക് ടോട്ടലി അവൈലബിൾ ആണ് 741-ൽ. സോ നമ്മൾ അതിൻ്റെ പിൻ ഔട്ട് ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് പിൻ എന്ന് പറയുന്നത് ഓഫ്സെറ്റ് നള്ളാണ്. സെക്കൻഡ് പിൻ ഈസ് ഇൻവേർട്ടിംഗ് ഇൻപുട്ട് ആൻഡ് ദ തേർഡ് വൺ ഈസ് നോൺ ഇൻവേർട്ടിംഗ് ഇൻപുട്ട് ആൻഡ് ദ ഫോർത്ത് വൺ ഈസ് നെഗറ്റീവ് പവർ സപ്ലൈ. Fifth one is offset null, sixth one is output, seventh one is positive power supply and the 8th pin is not connected. So totally നമുക്ക് 8 pin available ആണ്. So out of the 8 pins we are only using 5 pins. നമ്മൾ അതിന്റെ സിമ്പിൾ ഡയഗ്രാം എടുത്ത് നോക്കിയാൽ ഓപ്പ് ആമ്പിന്റെ സിമ്പിൾ ഡയഗ്രാം നിങ്ങൾക്ക് കാണാം. സോ ഈ സിമ്പിൾ ഡയഗ്രത്തിൽ നമ്മൾ ടോട്ടൽ 8 പിൻസിൽ 5 പിന്നാണ് ഉപയോഗിക്കുന്നത്. സോ 2 ഇൻപുട്ട് അവൈലബിൾ ആണ്, VN+ ആൻഡ് VN-. 2 ഇൻപുട്ട് നമുക്ക് അവൈലബിൾ ആണ്. VN- എന്ന് പറയുന്നത് മൈനസ് ടെർമിനലാണ്. മൈനസ് ടെർമിനൽ ഈസ് കോൾഡ് ദി ഇൻവേർട്ടിംഗ് ടെർമിനൽ. മൈനസ് ടെർമിനൽ ഈസ് കോൾഡ് ദി ഇൻവേർട്ടിംഗ് ടെർമിനൽ ആൻഡ് ദ പ്ലസ് ടെർമിനൽ ഈസ് കോൾഡ് ദി non-inverting terminal. Plus terminal is called the non-inverting terminal. So 2 input available ആണ് and there is 1 output. So 2 input ഒരു ഔട്ട്പുട്ട് ആണ്. അതിന് പുറമേ അതിന് പോസിറ്റീവ് പവർ സപ്ലൈ ഉണ്ട്. നോർമലി നമ്മൾ ലാബിൽ +15 ആണ് കണക്ട് ചെയ്യാറ്. നെഗറ്റീവ് പവർ സപ്ലൈ ഉണ്ട് -15. സോ 2 ഇൻപുട്ടും ഒരു ഔട്ട്പുട്ടും 2 പവർ സപ്ലൈയും. സോ ടോട്ടൽ നമുക്ക് 5 പിന്ന് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പ് ആമ്പിൻ്റെ ഏതൊരു സർക്യൂട്ട് നമുക്ക് മാനുഫാക്ചർ അല്ലെങ്കിൽ കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ ഇതിൻ്റെ ഇൻറ്റേർണൽ ബ്ലോക്ക് ഡയഗ്രാം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓപ്പ് ആമ്പിൻ്റെ ഇൻറ്റേർണൽ ബ്ലോക്ക് ഡയഗ്രാം ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 4 സ്റ്റേജ് ആണ് ഉള്ളത്. ഇൻപുട്ട് സ്റ്റേജ്, intermediate stage or gain stage, level shifting circuit and the last one is output amplifier. 4 സ്റ്റേജ് ആണ് അതിൻ്റെ ബ്ലോക്ക് ഡയഗ്രത്തിലുള്ളത്. എക്സ്റ്റേണൽ ടെർമിനൽസ് നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇൻവേർട്ടിങ്ങും നോൺ ഇൻവേർട്ടിങ്ങും. അതുപോലെ തന്നെ ഔട്ട്പുട്ട് ഇവിടെ കാണാം, പോസിറ്റീവ് പവർ സപ്ലൈ. ഇവിടെ നമ്മൾ നെഗറ്റീവ് പവർ സപ്ലൈ ആണ് കണക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഓരോ സ്റ്റേജ് എന്താണെന്നുള്ളത് നോക്കാം. ഇൻപുട്ട് സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻപുട്ട് സ്റ്റേജിൽ നമുക്ക് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ആണ് ഉള്ളത്. ഇൻപുട്ട് സ്റ്റേജിൽ ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ആണ് ഉള്ളത്. ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഇൻപുട്ട് ഇംപെഡൻസ് വാല്യൂ വളരെ കൂടുതലായിരിക്കും. ഇൻപുട്ട് ഇംപെഡൻസ് വാല്യൂ വളരെ കൂടുതലാണ്. ഐഡിയലി നമുക്ക് എന്ത് പറയാം, ഇൻഫിനിറ്റി എന്ന് പറയാം. CMRR കോമൺ മോഡ് റിജക്ഷൻ റേഷ്യോ അതും ഐഡിയലി എത്രയാണ്, ഇൻഫിനിറ്റി ആണ്. ഇതാണ് ഫസ്റ്റ് സ്റ്റേജിൻ്റെ പ്രത്യേകത. സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് ഇൻ്റർമീഡിയറ്റ് സ്റ്റേജ് ആണ്. ഇൻ്റർമീഡിയറ്റ് സ്റ്റേജ് മീൻസ് ഗെയിൻ സ്റ്റേജ്. ഇറ്റ് പ്രൊവൈഡ് സം ഗെയിൻ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഗെയിൻ പ്രൊവൈഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ആംപ്ലിഫയർ സർക്യൂട്ട് ആണ് നമുക്കുള്ളത്. ആൻഡ് ദ തേർഡ് വൺ ഈസ് ലെവൽ ഷിഫ്റ്റിംഗ് സർക്യൂട്ട്. ലെവൽ ഷിഫ്റ്റിംഗ് സർക്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാമ്പർ ആണ്. ലെവൽ DC ലെവൽ ചേഞ്ച് ചെയ്യാണ് അവിടെ ചെയ്യുന്നത്. ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഔട്ട്പുട്ട് ആംപ്ലിഫയർ ആണ്. ഔട്ട്പുട്ട് ആംപ്ലിഫയർ എന്ന് പറയുന്നത് പവർ ആംപ്ലിഫയർ ആണ്. പവർ ആംപ്ലിഫയർ. സോ പവർ ആംപ്ലിഫയർ നമ്മൾ നോർമലി പബ്ലിക് അഡ്രസ്സിംഗ് സിസ്റ്റത്തിൽ യൂസ് ചെയ്യാറുണ്ട്. ഏറ്റവും ലാസ്റ്റ് സ്റ്റേജിലാണ് നമ്മൾ പവർ ആംപ്ലിഫയർ യൂസ് ചെയ്യുന്നത്. സോ പവർ ആംപ്ലിഫയറിൻ്റെ ഔട്ട്പുട്ട് നമ്മൾ നോർമലി കണക്ട് ചെയ്യുന്നത് ഒരു ലൗഡ് സ്പീക്കറിലേക്കാണ് നമ്മൾ നോർമലി കണക്ട് ചെയ്യുന്നത്. സോ ഇവിടെയാണ് നമ്മൾ ഇംപിഡൻസ് മാച്ചിങ്, മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം അനുസരിച്ച് മാക്സിമം പവർ നമുക്ക് ലോഡിൽ, അതായത് ലൗഡ് സ്പീക്കറിൽ മാക്സിമം പവർ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇംപിഡൻസ് ഷുഡ് ബി മാച്ച്ഡ്. സോ പവർ ആംപ്ലിഫയറിൻ്റെ ഔട്ട്പുട്ട് ഇംപിഡൻസും സ്പീക്കറിൻ്റെ ഇംപിഡൻസും എന്തായിരിക്കണം, മാച്ച്ഡ് ആയിരിക്കണം. സോ പവർ ആംപ്ലിഫയറിൻ്റെ ഔട്ട്പുട്ട് ഇംപിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പവർ ആംപ്ലിഫയർ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് കോമൺ കളക്ടർ കോൺഫിഗറേഷൻ ആണ്. സോ ഫോർ ഇംപിഡൻസ് മാച്ചിങ് ഔട്ട്പുട്ട് ഇംപിഡൻസ് എന്തായിരിക്കും, വളരെ കുറവായിരിക്കും. കാരണം നമ്മുടെ ലൗഡ് സ്പീക്കറിൻ്റെ ഇംപിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറൗണ്ട് 8 ohm 10 ohm റേഞ്ചിലാണ്. അതുകൊണ്ട് പവർ ആംപ്ലിഫയർ അതായത് കോമൺ കളക്ടറിൻ്റെ ഔട്ട്പുട്ട് ഇംപിഡൻസും ആ ഒരു
റേഞ്ചിലായിരിക്കും. അങ്ങനെ 4 ബ്ലോക്കാണ് നമ്മുടെ ഇന്റേണൽ സ്ട്രക്ചറിൽ വരുന്നത്. സോ നമുക്ക് ഐഡിയൽ ഓപ്പാമിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം. ഐഡിയൽ ഓപ്പാമിന്റെ ക്യാരക്ടറിസ്റ്റിക്സിൽ 7 പോയിന്റ്സ് ആണ് വരുന്നത്. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഓപ്പാമിന്റെ ഇൻപുട്ട് ഇംപിഡൻസ് ഇൻഫിനിറ്റി ആണ്. അതിനുള്ള റീസൺ ഫസ്റ്റ് സ്റ്റേജിൽ എന്താണ്, ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ആണ്. ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിന്റെ ഇൻപുട്ട് ഇംപിഡൻസ് എന്താണ്, വളരെ കൂടുതലാണ്. ഐഡിയൽ കേസ് ആയതുകൊണ്ടാണ് ഇൻഫിനിറ്റി എടുത്തത്. സെക്കൻഡ് പോയിന്റ്, ഇൻപുട്ട് ഇംപിഡൻസ് ഇൻഫിനിറ്റി ആയതുകൊണ്ട് തന്നെ ഇൻപുട്ട് കറണ്ട് എന്തായിരിക്കും, 0 ആയിരിക്കും. ഓക്കെ. തേർഡ് പോയിന്റ്, ഔട്ട്പുട്ട് ഇംപിഡൻസ്. ഔട്ട്പുട്ട് ഇംപിഡൻസ് എന്ന് പറയുമ്പോൾ ഓപ്പാമിന്റെ കേസിൽ ഏറ്റവും ലാസ്റ്റ് സ്റ്റേജിൽ പവർ ആംപ്ലിഫയർ ആണ്. ഇംപിഡൻസ് മാച്ചിങ് കേസ് നമ്മൾ പറഞ്ഞു, ഔട്ട്പുട്ട് ഇംപിഡൻസ് വളരെ കുറവാണ്. സോ ഐഡിയലി നമുക്ക് എന്ത് പറയാം, 0 ആണെന്ന് പറയാം. ഫോർത്ത് പോയിന്റ്, ഓപ്പൺ ലൂപ്പ് ഗെയിൻ. ഓപ്പൺ ലൂപ്പ് ഗെയിൻ എന്ന് പറയുന്നത് ഐഡിയലി ഇൻഫിനിറ്റി ആണ്. ഐഡിയലി ഇൻഫിനിറ്റി ആണ്. പ്രാക്ടിക്കലി നമുക്ക് അറൗണ്ട് 10⁻⁶ ഒക്കെയാണ് അതിൻ്റെ വാല്യൂ വരുന്നത്. സോ ഫോർത്ത് പോയിന്റ്, ഓപ്പൺ ലൂപ്പ് ഗെയിൻ ഈസ് ഇൻഫിനിറ്റി. ഫിഫ്ത്ത് പോയിന്റ് എന്ന് പറയുന്നത് ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആണ്. ബാൻഡ് വിഡ്ത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഞ്ച് ഓഫ് സിഗ്നൽ ദാറ്റ് ദി ഓപ്പാം പാസസ്, അതിലൂടെ കടത്തി വിടുന്ന സിഗ്നൽസിൻ്റെ റേഞ്ചിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത്. ബാൻഡ് വിഡ്ത്ത് ഇൻഫിനിറ്റി ആണ്. സിക്സ്ത് പോയിന്റ് എന്ന് പറയുന്നത് CMRR, കോമൺ മോഡ് റിജക്ഷൻ റേഷ്യോ ഇൻഫിനിറ്റി ആണ്. അതിനുള്ള റീസൺ എഗെയിൻ ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ഉള്ളത് കൊണ്ട് ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിൻ്റെ CMRR വളരെ കൂടുതലാണ്. സോ ഐഡിയലി ഇൻഫിനിറ്റി. ആൻഡ് ദ ലാസ്റ്റ് പോയിന്റ്, സ്ലൂ റേറ്റ് ഈസ് ഇൻഫിനിറ്റി. സ്ലൂ റേറ്റ് ഇൻഫിനിറ്റി ആണ്. സോ വാട്ട് ഈസ് മീൻ ബൈ സ്ലൂ റേറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഔട്ട്പുട്ട് വോൾട്ടേജ്, ദാറ്റ് ഈസ് d/dt ഓഫ് വി ഔട്ട്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്ലൂ റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ 7 പോയിന്റ്സ് ആണ് ഐഡിയൽ ഓപ്പാമിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിൽ വരുന്നത്. സോ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇൻപുട്ട് ഇംപിഡൻസ് ഇൻഫിനിറ്റി ആണ്. സോ അതുകൊണ്ട് തന്നെ ദർ ഇസ് നോ ഇൻപുട്ട് കറണ്ട് ആണ്. ഔട്ട്പുട്ട് ഇംപിഡൻസ് എഗെയിൻ 0 ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഓപ്പൺ ലൂപ്പ് ഗെയിൻ എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആണ്. ബാൻഡ് വിഡ്ത്ത് ഇൻഫിനിറ്റി ആണ്. അതുപോലെ തന്നെ കോമൺ മോഡ് റിജക്ഷൻ റേഷ്യോ ഇൻഫിനിറ്റി ആണ്. സ്ലൂ റേറ്റ് ആൾസോ ഇൻഫിനിറ്റി. ഈ 7 പോയിന്റ്സ് നിങ്ങൾ കറക്റ്റാക്കി മനസ്സിലാക്കി വെക്കുക. നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഈ ഒരു ഏരിയയിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാം. നെക്സ്റ്റ് ഈസ് ദി ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഓപ്പാം. ട്രാൻസ്ഫർ ക്യാര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് വോൾട്ടേജ് വേഴ്സസ് ഇൻപുട്ട് വോൾട്ടേജ്. ഈ ഒരു ഗ്രാഫിനെയാണ് ട്രാൻസ്ഫർ ക്യാര എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഓപ്പാമിൻ്റെ ഒരുപാട് എക്സ്പെരിമെൻറ്റ്സ് ചെയ്തതൊന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പാമിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജിൻ്റെ മാക്സിമം വാല്യൂ എന്താണെന്നുള്ളതെന്ന് നമുക്ക് നോക്കാം. സോ നമ്മൾ ഇതിൻ്റെ ഔട്ട്പുട്ട് വേവ് ഫോം ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഔട്ട്പുട്ട് വേവ് ഫോമിൽ നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം ഔട്ട്പുട്ട് വോൾട്ടേജ് ഈസ് +15 ആൻഡ് മിനിമം ഈസ് -15. ഓക്കെ. സോ ഏതൊരു സർക്യൂട്ടിൻ്റെ ഔട്ട്പുട്ട് വേവ് ഫോം എടുത്താലും നമുക്ക് ഇങ്ങനെയാണ് കിട്ടുന്നത്. സോ ഇത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് മാക്സിമം ഔട്ട്പുട്ട് വോൾട്ടേജ് +15ഉം മിനിമം ഔട്ട്പുട്ട് വോൾട്ടേജ് എന്താണ്, -15 ആണ്. സോ വാട്ട് ഈസ് ദിസ് +15 ആൻഡ് വാട്ട് ഈസ് ദിസ് -15? സോ അതെന്ന് പറയുന്നത് പവർ സപ്ലൈ ആണ്. എന്ന് പറഞ്ഞാൽ ഓപ്പാമിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് ഈസ് ലിമിറ്റഡ് ബൈ ദി പവർ സപ്ലൈ. നിങ്ങൾ ഈ ട്രാൻസ്ഫർ ക്യാര നോക്കിക്കേ. ട്രാൻസ്ഫർ ക്യാരയിൽ മാക്സിമം വോൾട്ടേജ് എത്രയാണ്, +VCC. ദാറ്റ് മീൻസ് +15 ആണ് മാക്സിമം വോൾട്ടേജ് വരുന്നത്. നെഗറ്റീവ് വോൾട്ടേജ് നോക്കിയാൽ മാക്സിമം എത്രയാണ്, -VCC. ദാറ്റ് ഈസ് -15. സോ പോസിറ്റീവ് സാച്ചുറേഷൻ ആസ് വെൽ ആസ് നെഗറ്റീവ് സാച്ചുറേഷൻ ആ ഒരു ലെവലിൽ വെച്ചിട്ട് വോൾട്ടേജ് ക്ലിപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. അതിനപ്പുറത്തേക്ക് വോൾട്ടേജ് റൈസ് ചെയ്യാൻ നോക്കിയാൽ ആ ഒരു ലെവലിൽ വെച്ചിട്ട് വോൾട്ടേജ് ക്ലിപ്പിംഗ് ആണ് നടക്കുന്നത്. സോ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് അല്ലെങ്കിൽ ഒരു ഇമ്പോർട്ടൻറ്റ് കൺക്ലൂഷൻ എന്ന് പറയുന്നത് ദ മാക്സിമം ഔട്ട്പുട്ട് വോൾട്ടേജ് ഇൻ എനി ഓപ്പാം സർക്യൂട്ട് ഈസ് വാട്ട്, എന്താണ്, പവർ സപ്ലൈ വോൾട്ടേജ് ആണ്. ഓക്കെ. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓപ്പാം സർക്യൂട്ട്സ് സോൾവ് ചെയ്യുന്ന സമയത്ത് കോമ്പറ്റേറ്റീവ് എക്സാംസിന് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ്. ദാറ്റ് ഈസ് വിർച്വൽ ഗ്രൗണ്ട് കൺസെപ്റ്റ്. വിർച്വൽ ഗ്രൗണ്ട് കൺസെപ്റ്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നിങ്ങൾക്ക് ഇവിടെ ഒരു ഓപ്പാമിൻ്റെ സർക്യൂട്ട് ഇവിടെ നിങ്ങൾക്ക് കാണാം. സോ ദ സർക്യൂട്ട് കണ്ടെയ്ൻസ് റെസിസ്റ്റേഴ്സ് R1 and there is a feedback resistance RF. ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, ഔട്ട്പുട്ടിൽ നിന്ന് കണക്ഷൻ എങ്ങോട്ടാണ് വരുന്നത്, ഇൻപുട്ടിലേക്കാണ് വരുന്നത്. സോ ഔട്ട്പുട്ട് ഇൻപുട്ട് പാത്തിലാണ് റെസിസ്റ്റൻസ് വരുന്നത്. സോ ഇറ്റ് ഈസ് കോൾഡ് ദി ഫീഡ്ബാക്ക് റെസിസ്റ്റൻസ്. എന്ത് ഫീഡ്ബാക്ക് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ്, നെഗറ്റീവ് ഫീഡ്ബാക്ക് ആണ്. സോ എങ്ങനെയാണ് നമ്മളത് നെഗറ്റീവ് ആണെന്ന് കൺക്ലൂഡ് ചെയ്തത്, ഔട്ട്പുട്ടിൽ നിന്ന് കണക്ഷൻ വരുന്നത് ഇൻവേർട്ടിംഗ് ടെർമിനലിലേക്കാണ്. ഇൻവേർട്ടിംഗ് ടെർമിനലിലേക്കാണ് കണക്ഷൻ എങ്കിൽ ഫീഡ്ബാക്ക് നെഗറ്റീവ് ആണ്. ഔട്ട്പുട്ടിൽ നിന്ന് കണക്ഷൻ പ്ലസിലേക്കാണ് വരുന്നതെങ്കിൽ ഫീഡ്ബാക്ക് എന്തായിരിക്കും,
പോസിറ്റീവ് ഫീഡ്ബാക്ക് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഏതൊരു ഓപ്പ് ആംപ് സർക്യൂട്ട് തന്നാലും ഔട്ട്പുട്ട് ഇൻപുട്ട് കണക്ഷൻ നോക്കിയിട്ട് എങ്ങോട്ടാണോ കണക്ട് ചെയ്തിരിക്കുന്നത്, ഔട്ട്പുട്ടിൽ നിന്ന് കണക്ഷൻ നെഗറ്റീവ് ടെർമിനലിലേക്ക് ആണെങ്കിൽ യു ക്യാൻ സേ ഇറ്റ് ആസ് നെഗറ്റീവ് ഫീഡ്ബാക്ക്, ഔട്ട്പുട്ടിൽ നിന്ന് കണക്ഷൻ പ്ലസിലേക്ക് ആണെങ്കിൽ യു ക്യാൻ സേ ഇറ്റ് ആസ് പോസിറ്റീവ് ഫീഡ്ബാക്ക്. സോ വിർച്വൽ ഗ്രൗണ്ട് കൺസെപ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നത് എവിടെയാണ്, ഏത് ഫീഡ്ബാക്കിലാണ്? നെഗറ്റീവ് ഫീഡ്ബാക്ക് ഓപ്പ് ആംപ് സർക്യൂട്ടിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ദ മിനിമം കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താണ്? There should be negative feedback. So negative feedback സർക്യൂട്ടിൽ നമുക്ക് വിർച്വൽ ഗ്രൗണ്ട് കൺസെപ്റ്റ് യൂസ് ചെയ്യാം. സോ വാട്ട് ഈസ് മീൻ ബൈ വിർച്വൽ ഗ്രൗണ്ട് കൺസെപ്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഓപ്പ് ആമ്പിന്റെ സിമ്പിൾ കാണാം അല്ലെ. ഓപ്പ് ആമ്പിന്റെ ഇൻപുട്ട് ഇംപിഡൻസ് എന്താണ്? ഓപ്പ് ആമ്പിന്റെ ഇൻപുട്ട് ഇംപിഡൻസ് ഐഡിയൽ വാല്യൂ എന്താണ്? ഇൻഫിനിറ്റി ആണ്. സോ ഇൻപുട്ട് ഇംപിഡൻസ് ഇൻഫിനിറ്റി ആയതുകൊണ്ട് തന്നെ വാട്ട് ഈസ് എ ഇൻപുട്ട് കറന്റ്? ഇൻപുട്ട് കറന്റ് എന്താണ്? 0 ആണ്. ഇത് നമ്മൾ ഐഡിയൽ ക്യാരക്ടറിസ്റ്റിക്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള പോയിന്റ് ആണ്. ഇൻപുട്ട് കറന്റ് എന്താണ്? 0 ആണ്. സോ ഇൻപുട്ട് കറന്റ് 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പ് ആമ്പിന്റെ ഇൻപുട്ട് ടെർമിനലിൽ കറന്റ് ഫ്ലോ ഇല്ല. കറന്റ് ഫ്ലോ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് ഈസ് ദ മീനിങ്? പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്തായിരിക്കും? 0 ആയിരിക്കും. സോ ഈ രണ്ട് ടെർമിനൽസിനും അക്രോസ് ഉള്ള വോൾട്ടേജ് ഡിഫറൻസ് എന്തായിരിക്കും? 0 ആയിരിക്കും. സോ രണ്ട് പോയിന്റ്സ് തമ്മിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് ഈസ് എ മീനിങ്? പൊട്ടൻഷ്യലി സെയിം അറ്റ് ബോത്ത് പോയിന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലസിലുള്ള വോൾട്ടേജും മൈനസിലുള്ള വോൾട്ടേജ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. സോ വാട്ട് ഈസ് എ വോൾട്ടേജ് അറ്റ് പ്ലസ്? പ്ലസ് എങ്ങോട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്? ഗ്രൗണ്ടിലേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. സോ പ്ലസിലുള്ള വോൾട്ടേജ് എന്താണ്? 0 ആണ്. അങ്ങനെയാണെങ്കിൽ മൈനസിലുള്ള വോൾട്ടേജ് എന്തായിരിക്കും? 0 ആയിരിക്കും. 0 വോൾട്ട് മീൻസ് ഇറ്റ് ഇസ് എ വിർച്വൽ ഗ്രൗണ്ട്. അതായത് മൈനസ് എന്ന് പറയുന്നത് ആക്ച്വലി ഗ്രൗണ്ടിലല്ല കിടക്കുന്നത്, പക്ഷേ ഇറ്റ് ഈസ് എ വിർച്വൽ ഗ്രൗണ്ട്. ആക്ച്വൽ ഗ്രൗണ്ട് അല്ല. ആക്ച്വൽ ഗ്രൗണ്ട് നമുക്ക് ഇവിടെ ഉണ്ട്, പക്ഷേ ഇവിടെ 0 വോൾട്ട് വരുന്നത് കൊണ്ട് ദിസ് പോയിന്റ് എന്ന് പറയുന്നത് മൈനസ് ടെർമിനലിലെ വോൾട്ടേജ് എന്ത് ഗ്രൗണ്ടാണ്? വിർച്വൽ ഗ്രൗണ്ട് ആണ്. സോ ദിസ് ഈസ് ദി വിർച്വൽ ഗ്രൗണ്ട്. സോ ദിസ് കൺസെപ്റ്റ് ഈസ് കോൾഡ് വിർച്വൽ ഗ്രൗണ്ട് കൺസെപ്റ്റ്. നിങ്ങൾക്ക് ഈ ഒരു ഡയഗ്രത്തിൽ കാണാം. സോ ദിസ് ഈസ് ദി വിർച്വൽ ഗ്രൗണ്ട് point. So negative feedback circuit the voltage at the non-inverting terminal will appear at the inverting terminal. Non-inverting terminal voltage evada appear cheyum? Inverting terminal appear cheyum, and that concept is called virtual ground concept. സോ ഇത്രയും കാര്യങ്ങളാണ് ഓപ്പ് ആമ്പിന്റെ ബേസിക് ഇൻട്രൊഡക്ഷനിൽ വരുന്നത്. സോ ഇനി നമ്മൾ പ്രോബ്ലംസ് ചെയ്യാനായാലും എന്തായാലും നമുക്ക് ഈ വിർച്വൽ ഗ്രൗണ്ട് കൺസെപ്റ്റ് കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമുക്ക് ഓപ്പ് ആമ്പിന്റെ അപ്ലിക്കേഷൻസിലേക്ക് മൂവ് ചെയ്യാം. അപ്ലിക്കേഷൻസ് എന്ന് പറയുമ്പോൾ ഓപ്പ് ആമ്പിന് ഒരുപാട് അപ്ലിക്കേഷൻസ് ഉണ്ട്. നമ്മൾ 1 by 1 ആയിട്ട് ഡിസ്കസ് ചെയ്യും. ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് വി ക്യാൻ യൂസ് ഓപ്പ് ആമ്പ് ആസ് ആംപ്ലിഫയർ. നമുക്ക് ഓപ്പ് ആമ്പ് എന്തായിട്ട് യൂസ് ചെയ്യാം? ആംപ്ലിഫയർ ആയിട്ട് യൂസ് ചെയ്യാം. സോ ഒരു ആംപ്ലിഫയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വീക്ക് സിഗ്നൽസിനെ സ്ട്രോങ് സിഗ്നൽസ് ആക്കി കൺവേർട്ട് ചെയ്യുന്ന സർക്യൂട്ട്, ബൂസ്റ്റിംഗ് ആണ് അവിടെ നടക്കുന്നത്. സോ ആംപ്ലിഫയർ ആയിട്ട് നമുക്ക് ഓപ്പ് ആമ്പ് യൂസ് ചെയ്യാം. സോ ദർ ആർ മെയിൻലി 2 ടൈപ്സ് ഓഫ് ആംപ്ലിഫയർ. ആംപ്ലിഫയർ 2 കാറ്റഗറി ആയിട്ട് നമുക്ക് ഇവിടെ ഡിവൈഡ് ചെയ്യാം. ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ ആൻഡ് നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ. 2 കാറ്റഗറിയാണ് ഉള്ളത്, ഇൻവേർട്ടിംഗ് ആൻഡ് നോൺ ഇൻവേർട്ടിംഗ്. സോ ഈ ക്ലാസിഫിക്കേഷൻ എന്തിനെ ബേസ് ചെയ്തിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എവിടെയാണോ ഇൻപുട്ട് കൊടുക്കുന്നത്, ഏത് ടെർമിനലിലാണോ ഇൻപുട്ട് കൊടുക്കുന്നത്, അതിനെ ബേസ് ചെയ്തിട്ടാണ് ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ ആൻഡ് നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ. ഈ 2 ക്ലാസിഫിക്കേഷൻ ആണ് മെയിൻലി വരുന്നത്. ഒന്നിലധികം ഇൻപുട്ട് വരുന്ന കേസ് ഉണ്ട്, ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ കാറ്റഗറിയാണ്. സോ നമ്മൾ ഒരു സിംഗിൾ ഇൻപുട്ട് ആംപ്ലിഫയറിന്റെ കേസാണ് ഡിസ്കസ് ചെയ്യുന്നത്, ഇൻവേർട്ടിംഗ് ആൻഡ് നോൺ ഇൻവേർട്ടിംഗ്. സോ ഇൻ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് നോക്കാം എന്താണ് ഇൻവേർട്ടിംഗ്, എന്താണ് നോൺ ഇൻവേർട്ടിംഗ് എന്നുള്ളത്. സോ ദ ഫസ്റ്റ് വൺ ഈസ് ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ. ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ ഡയഗ്രാം കാണാം. അതിന് മുമ്പ് ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് 2 ടൈപ്പാണ് നമുക്കുള്ളത്. പോസിറ്റീവ് ഫീഡ്ബാക്ക് ഉണ്ട്, നെഗറ്റീവ് ഫീഡ്ബാക്ക് ഉണ്ട്. സോ നെഗറ്റീവ് ഫീഡ്ബാക്ക് ആണ് നമ്മൾ എപ്പോഴും ആംപ്ലിഫയറിൽ യൂസ് ചെയ്യുക, പോസിറ്റീവ് ഫീഡ്ബാക്ക് ആണ് നമ്മൾ ഓസിലേറ്ററിൽ യൂസ് ചെയ്യുക. സോ ഇത് ആംപ്ലിഫയർ ആണ് നമുക്കറിയാം. ആംപ്ലിഫയറിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഫീഡ്ബാക്ക് ഏതാണ്? നെഗറ്റീവ് ഫീഡ്ബാക്ക്. സോ നമുക്ക് ഈ ഒരു സർക്യൂട്ട് ഡയഗ്രത്തിൽ നെഗറ്റീവ് ഫീഡ്ബാക്ക് തന്നെയാണോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. സോ ഔട്ട്പുട്ട് നിങ്ങൾ നോക്കിയേ, ഇവിടുന്നാണ് നമ്മൾ ഔട്ട്പുട്ട് എടുക്കുന്നത്. സോ ഈ ഔട്ട്പുട്ടിൽ നിന്ന് ഇൻപുട്ടിലേക്ക്, സോ ദിസ് ഈസ് ദി ഇൻപുട്ട്, ഇൻപുട്ടിലേക്ക് എന്ത് വരുന്നുണ്ട്? ഒരു ഫീഡ്ബാക്ക് വരുന്നുണ്ട്. സോ എന്ത് ഫീഡ്ബാക്ക് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻപുട്ടിൽ നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത് ഏത് ടെർമിനലിലാണ്? നെഗറ്റീവ് ടെർമിനലിലാണ്. സോ ദ ഫീഡ്ബാക്ക് ഈസ് നെഗറ്റീവ് ഫീഡ്ബാക്ക്. സോ നമ്മൾ നെഗറ്റീവ് ഫീഡ്ബാക്ക് ആണ് യൂസ് ചെയ്യുന്നത്. സോ നെഗറ്റീവ് ഫീഡ്ബാക്ക് പാത്തിൽ നമുക്കൊരു റെസിസ്റ്റൻസ് ഉണ്ട് R2. സോ ദിസ് റെസിസ്റ്റൻസ് ഈസ് കോൾഡ് ദി ഫീഡ്ബാക്ക് റെസിസ്റ്റൻസ് ആൻഡ് ദർ ഈസ് വൺ മോർ റെസിസ്റ്റൻസ് R1. ഈ റെസിസ്റ്റൻസ് നമ്മൾ ഇൻപുട്ടിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. സോ ദിസ് ഈസ് കോൾഡ് ദി ഇൻപുട്ട് റെസിസ്റ്റൻസ്. സോ ഇതൊരു ആംപ്ലിഫയർ ആണ്. സോ നമുക്ക് ആംപ്ലിഫൈ ചെയ്യേണ്ട സിഗ്നൽ നമ്മൾ ഇൻപുട്ടായിട്ട് കൊടുത്തിരിക്കുന്നു. നോൺ ഇൻവേർട്ടിംഗ് ടെർമിനൽ ഈസ് കണക്റ്റഡ് അറ്റ് ഗ്രൗണ്ട് ആണ്. ഇതാണ് നമ്മുടെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. സോ ഈ
ഇൻവേർട്ടിംഗ് ടെർമിനലിൽ ഇൻപുട്ട് വരുന്നതുകൊണ്ട് ഇറ്റ് ഈസ് കോൾഡ് ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ. ഈ സർക്യൂട്ട് നമ്മൾ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ആംപ്ലിഫയറിന്റെ ഗെയിൻ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. സോ ഐ ആം റെപ്രസെന്റിംഗ് ദ ഗെയിൻ ആസ് എ മൈനസ് ഗെയിൻ എന്ന് പറയുന്നത് -R2/R1 ആണ്. -R2/R1 ആണ് ഗെയിനിൻ്റെ എക്സ്പ്രഷൻ. നമുക്കിതിൻ്റെ ഡെറിവേഷനോ കാര്യങ്ങളോ ഒന്നും ഡീറ്റെയിൽഡ് ആയിട്ട് വേണ്ട. ഗേറ്റ് പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾ ഈ ഒരു എക്സ്പ്രഷൻ മാത്രം പഠിച്ചു വെച്ചാൽ മതി. -R2/R1. എന്താണ് R2? കൺഫ്യൂഷൻ ആവരുത്. R2 എന്ന് പറഞ്ഞാൽ ഫീഡ്ബാക്ക് റെസിസ്റ്റൻസ് ആണ്. R1 എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് റെസിസ്റ്റൻസ് ആണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ സിംപിളി ഇങ്ങനെ എഴുതാം, -RF/RI. ഈ ഒരു ഫോമിൽ എഴുതാം. RF എന്ന് പറയുന്നത് നമ്മുടെ ഫീഡ്ബാക്ക് റെസിസ്റ്റൻസ്, RI എന്ന് പറയുന്നത് ഇൻപുട്ട് റെസിസ്റ്റൻസ്. ഈ ഒരു ഇക്വേഷനാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. പക്ഷേ ഈ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് ഈ ഓപ്പാമ്പ് ഐഡിയൽ ഓപ്പാമ്പ് ആയിരിക്കണം. ഈ ഒരു ഓപ്പാമ്പ് എന്ത് ഓപ്പാമ്പ് ആയിരിക്കണം? ഐഡിയൽ ഓപ്പാമ്പ് ആയിരിക്കണം. അപ്പോൾ എന്താണ് ഐഡിയൽ ഓപ്പാമ്പ്? 7 ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. ആ 7 ക്യാരക്ടറിസ്റ്റിക്സും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഓപ്പാമ്പാണ് ഐഡിയൽ ഓപ്പാമ്പ്. സോ ഈ ഐഡിയൽ ഓപ്പാമ്പിൻ്റെ കേസിലാണ് നിങ്ങൾ ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്യേണ്ടത്. ചിലപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ ഓപ്പാമ്പ് ഐഡിയൽ അല്ല എന്ന് പറഞ്ഞ് തരും. ഐഡിയൽ അല്ല. സപ്പോസ് നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുകയാണ് ഓപ്പൺ ലൂപ്പ് ഗെയിൻ 100 ആണെന്ന് ക്വസ്റ്റ്യനിൽ ഒരു ഡാറ്റ തന്നിരിക്കുകയാണ്. സോ ഓപ്പൺ ലൂപ്പ് ഗെയിൻ 100 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഓപ്പാമ്പ് ഐഡിയൽ കാറ്റഗറിയിൽ ഉൾപ്പെടുത്താൻ പറ്റുമോ? ഇല്ല. കാരണം ഐഡിയൽ ഓപ്പാമ്പിൻ്റെ ഓപ്പൺ ലൂപ്പ് ഗെയിൻ നമുക്കറിയാം വെരി ഹൈ ആണ്, അല്ലെങ്കിൽ എന്താണ്, ഇൻഫിനിറ്റി ആണ്. സോ നമുക്ക് ഈ ഓപ്പൺ ലൂപ്പ് ഗെയിൻ 100 എന്ന് പറയുന്ന കേസിൽ ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്യാൻ നമുക്ക് പറ്റില്ല. അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത്, ഗെയിനിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് -R2/R1. ഇതാണ് നമ്മളിപ്പോൾ ആൾറെഡി പഠിച്ച ഇക്വേഷൻ. അത് അതുപോലെ തന്നെ നിർത്തി ഒരു ഡിനോമിനേറ്റർ ടേം, ദാറ്റ് ഈസ് 1+R2/R1 divided by the open loop gain provided in the question +1. ഈ ഒരു ഇക്വേഷനാണ് ഇൻവേർട്ടിംഗ് ആംപ്ലിഫയറിൻ്റെ കേസിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടത്. നോൺ ഐഡിയൽ ഓപ്പാമ്പ് ആണെങ്കിൽ ഈ ഒരു ഇക്വേഷനാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്വസ്റ്റ്യനിൽ നിങ്ങൾ തന്നിരിക്കുന്ന ഡാറ്റ ഓപ്പാമ്പ് ഐഡിയൽ ആണോ നോൺ ഐഡിയൽ ആണോ എന്നുള്ളത് ശ്രദ്ധിച്ചിട്ട് അതിനനുസരിച്ചുള്ള ഇക്വേഷൻ നിങ്ങൾ യൂസ് ചെയ്യുക. സോ ദ സെക്കൻഡ് ആംപ്ലിഫയർ എന്ന് പറയുന്നത് നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ ആണ്. സെക്കൻഡ് ആംപ്ലിഫയർ എന്ന് പറയുന്നത്. സോ നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ എന്ന് പറയുമ്പോൾ നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നത് എവിടെയാണ്? നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലിലാണ് നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നത്. അതായത് പ്ലസ്സിലാണ് ഇൻപുട്ട് കൊടുക്കുന്നത്. ക്ലിയർ അല്ലേ? നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലിലാണ് ഇൻപുട്ട് കൊടുക്കുന്നത്. സോ ഇൻപുട്ട് നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലിൽ കൊടുത്തു. നെഗറ്റീവ് ഫീഡ്ബാക്ക് ഉണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്തു. ഔട്ട്പുട്ടിൽ നിന്ന് മൈനസിലേക്ക് കണക്ഷൻ വരുന്നുണ്ട്. സോ ദർ ഇസ് നെഗറ്റീവ് ഫീഡ്ബാക്ക് ഉണ്ട്. ഫീഡ്ബാക്ക് റെസിസ്റ്റൻസ് ആണ് R2. അതുപോലെ ഇൻപുട്ട് റെസിസ്റ്റൻസ് ആണ് R1. സോ ഇതെല്ലാം ഉണ്ട്. സർക്യൂട്ട് ഇൻവേർട്ടിംഗ് നോൺ ഇൻവേർട്ടിംഗ് തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. വ്യത്യാസം എന്താണ്? നമ്മൾ എവിടെയാണ് ഇൻപുട്ട് കൊടുത്തിരിക്കുന്നത് ആ ടെർമിനൽസിൽ മാത്രമാണ് വ്യത്യാസം. സോ ഇതിൻ്റെ ഗെയിനെ നമുക്ക് A+ എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയറിൻ്റെ ഗെയിനെ A+ എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. ആൻഡ് ദ ഇക്വേഷൻ ഫോർ ഗെയിൻ ഈസ് 1+R2/R1 ആണ് ഗെയിനിൻ്റെ ഇക്വേഷൻ. ശ്രദ്ധിക്കേണ്ടത്, ഈ ഇക്വേഷൻ നിങ്ങൾ യൂസ് ചെയ്യുന്നത് ഏത് സമയത്താണ്? ഐഡിയൽ ഓപ്പാമ്പ് ആണെങ്കിലാണ് നിങ്ങൾ ഈ ഇക്വേഷൻ യൂസ് ചെയ്യുന്നത്. ഇനി ഓപ്പാമ്പ് ഐഡിയൽ അല്ലെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ എന്ന് പറയുന്നത്, ഗെയിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് 1+R2/R1, ഒരു ഡിനോമിനേറ്റർ ടേമും കൂടെ എക്സ്ട്രാ വരും, ഡിവൈഡഡ് ബൈ 1+R2/R1 ഡിവൈഡഡ് ബൈ ഓപ്പൺ ലൂപ്പ് ഗെയിൻ +1. സോ നോൺ ഐഡിയൽ കേസ് ആണെങ്കിൽ നിങ്ങൾ ഈ ഒരു ഇക്വേഷനാണ് യൂസ് ചെയ്യേണ്ടത്. സോ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഡാറ്റ അനുസരിച്ച് ഏത് ഇക്വേഷനാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആപ്ലിക്കേഷൻ ഓഫ് ഓപ്പാമ്പ് ഈസ് ഇൻ്റഗ്രേറ്റർ. വി ക്യാൻ യൂസ് ഓപ്പാമ്പ് ആസ് ഇൻ്റഗ്രേറ്റർ. ആൻഡ് യു ക്യാൻ സീ ദ സർക്യൂട്ട് ഡയഗ്രാം ഓഫ് ഓപ്പാമ്പ്. ദിസ് ഈസ് ദി ഓപ്പാമ്പ്, ആൻഡ് ഇൻ ഇൻ്റഗ്രേറ്റർ വി ഹാവ് ഫെമിലറൈസ്ഡ് വിത്ത് normal RC integrator. In op-amp integrator, we have the resistance at the input path and capacitance in the feedback path. So this is the circuit diagram of integrator. So what is mean by integrator? Integrator means the output voltage will be the integration of the input. So we will be providing some input and we will get the output at this point. And this output voltage will be the integration of the input. അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഇതിൻ്റെ അനാലിസിസ് ഒന്ന് നോക്കാം. ഓക്കെ, സോ ഈ ഒരു സർക്യൂട്ട് ഡയഗ്രം നോക്കിക്കഴിഞ്ഞാൽ വി ക്യാൻ സീ ദാറ്റ് ദർ ഇസ് നെഗറ്റീവ് ഫീഡ്ബാക്ക്. ഈ ഒരു സർക്യൂട്ടിൽ നമുക്ക് നെഗറ്റീവ് ഫീഡ്ബാക്ക് അവൈലബിൾ ആണ്. ഔട്ട്പുട്ടിൽ നിന്ന് കണക്ഷൻ
ഇൻവേർട്ടിംഗ് ടെർമിനലിലേക്ക് വരുന്നുണ്ട്. സോ ദർ ഈസ് നെഗറ്റീവ് ഫീഡ്ബാക്ക് സോ ദാറ്റ് വി ക്യാൻ അപ്ലൈ വിർച്വൽ ഗ്രൗണ്ട് കൺസെപ്റ്റ് ഇൻ ദിസ് സർക്യൂട്ട്. വിർച്വൽ ഗ്രൗണ്ട് കൺസെപ്റ്റ് നമുക്ക് ഈ ഒരു സർക്യൂട്ടിൽ അപ്ലൈ ചെയ്യാം. സോ വാട്ട് ഈസ് മീൻ ബൈ വിർച്വൽ ഗ്രൗണ്ട് കൺസെപ്റ്റ്? ഇൻ എ നെഗറ്റീവ് ഫീഡ്ബാക്ക് സർക്യൂട്ട് the voltage at the non-inverting terminal, that means 0 volt, that will appear at the inverting terminal. So at this point the voltage will be how much? It will be 0 volt. So this is the virtual ground concept. ഇനി ഞാൻ ഈ സർക്യൂട്ടിൽ ഇൻപുട്ട് റെസിസ്റ്റൻസിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് മാർക്ക് ചെയ്യാണ്. ആൻഡ് ദിസ് കറണ്ട് ഈസ് ഐ എന്ന് പറയുന്ന കറണ്ട് ഇൻപുട്ട് റെസിസ്റ്റൻസിലൂടെ ഫ്ലോ ചെയ്യാണ്. ആൻഡ് വാട്ട് ഈസ് ദ എക്സ്പ്രഷൻ ഫോർ ഐയുടെ എക്സ്പ്രഷൻ എന്താ വരുന്നത്? I is equal to റെസിസ്റ്റൻസിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് ആണ് ഐ. സോ ഐ ഇസ് ഈക്വൽ ടു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബൈ റെസിസ്റ്റൻസ് ആണ്. സോ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ വി ഇൻ മൈനസ് 0 ബൈ റെസിസ്റ്റൻസ് ആർ. സോ ഐ ഇസ് ഈക്വൽ ടു വി ഇൻ മൈനസ് 0 ബൈ ആർ, ദാറ്റ് ഇസ് ഈക്വൽ ടു വി ഇൻ ബൈ ആർ ആണ് കറണ്ടിന്റെ വാല്യൂ. ഇനി നമുക്കറിയാം ഓപ്പ് ആമ്പിന്റെ ഇൻപുട്ട് സൈഡിൽ ഇൻഫൈനൈറ്റ് ഇംപിഡൻസ് ആണ്. അതുകൊണ്ട് തന്നെ ഓപ്പ് ആമ്പിലേക്ക് ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്തായിരിക്കും? 0 കറണ്ട് ആയിരിക്കും ഓപ്പ് ആമ്പിലേക്ക് ഫ്ലോ ചെയ്യുന്നത്. സോ കംപ്ലീറ്റ് കറണ്ടും ഏതിലൂടെ ഫ്ലോ ചെയ്യും? നമ്മുടെ കപ്പാസിറ്റർ പാത്ത്, ഫീഡ്ബാക്ക് പാത്തിലൂടെ ഫ്ലോ ചെയ്യും. എന്ന് പറഞ്ഞാൽ കപ്പാസിറ്ററിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടും എന്ത് തന്നെയായിരിക്കും? ഐ തന്നെയായിരിക്കും കപ്പാസിറ്ററിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട്. ഇനി നമുക്കൊരു കപ്പാസിറ്റർ ഉണ്ട്. ആ കപ്പാസിറ്ററിലൂടെ കറണ്ട് ഫ്ലോ ചെയ്ത് കഴിഞ്ഞാൽ കപ്പാസിറ്റർ വിൽ ചാർജ്. സോ ചാർജിങ് പൊളാരിറ്റി എന്ന് പറയുന്നത് കപ്പാസിറ്ററിന്റെ ലെഫ്റ്റ് സൈഡ് പ്ലസും റൈറ്റ് സൈഡ് എന്തായിരിക്കും? മൈനസ് ആയിരിക്കും. ഇതാണ് കപ്പാസിറ്റർ വോൾട്ടേജിന്റെ പൊളാരിറ്റി. ആൻഡ് വി ആർ മാർക്കിംഗ് ദി വോൾട്ടേജ് അക്രോസ് ദി കപ്പാസിറ്റർ ആസ് വി സി. വി സി എന്ന് പറയുന്ന വോൾട്ടേജ് വെച്ച് നമ്മളത് മാർക്ക് ചെയ്യണം. സോ ഞാൻ ഈ ഒരു ഡയഗ്രത്തിൽ വി സി മാർക്ക് ചെയ്യാണ്. സോ ദിസ് ഈസ് ദി വോൾട്ടേജ് അക്രോസ് ദി കപ്പാസിറ്റർ വി സി. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു പോയിന്റ് 0 വോൾട്ട് ആണ്. ഇവിടെയും നമുക്ക് എന്താണ്? വിർച്വൽ ഗ്രൗണ്ട് കൺസെപ്റ്റ് വെച്ചിട്ട് 0 ആണ്. ഓക്കെ, സോ ദിസ് ഈസ് അവർ ഔട്ട്പുട്ട് വോൾട്ടേജ്. സോ ഈ ഒരു ലൂപ്പിൽ നമുക്ക് KVL അപ്ലൈ ചെയ്യാം. ദിസ് പോയിന്റ് ഈസ് ആൾസോ ഗ്രൗണ്ട് ആൻഡ് ദിസ് ഈസ് ആൾസോ ഗ്രൗണ്ട്. സോ ഇതെന്താണ്? കോമൺ ആയിട്ട് ഗ്രൗണ്ട് ആണ്. സോ ഈ ഒരു ലൂപ്പിൽ നമുക്ക് KVL അപ്ലൈ ചെയ്യാം. സോ ബൈ ദ KVL ഇക്വേഷൻ, ഈ ഒരു ലൂപ്പിൽ KVL അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് VC പ്ലസ് വി ഔട്ട് ഈസ് ഈക്വൽ ടു 0. ഈ ഒരു എക്സ്പ്രഷൻ ആണ് കിട്ടുന്നത്. നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജിന്റെ എക്സ്പ്രഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ വാട്ട് ഈസ് വി ഔട്ട്? വി ഔട്ട് ഇസ് ഈക്വൽ ടു മൈനസ് വി സി. വി ഔട്ട് ഇസ് ഈക്വൽ ടു മൈനസ് വി സി എന്ന് പറയുന്ന ഒരു എക്സ്പ്രഷൻ നമുക്ക് KVL നിന്ന് കിട്ടും. ഓക്കെ, ഇനി സെയിം കറണ്ട് ഐ തന്നെയാണ് കപ്പാസിറ്ററിലൂടെ ഫ്ലോ ചെയ്യുന്നത്. സോ കപ്പാസിറ്ററിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് ഐ ആണ്. സോ നമുക്ക് ഈ ഐക്ക് ഒരു എക്സ്പ്രഷൻ എഴുതാം. സോ ഐക്കുള്ള എക്സ്പ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കപ്പാസിറ്റർ കറണ്ട് ഐ ഇസ് ഈക്വൽ ടു സി ഇൻറ്റു ഡി വി സി ബൈ ഡി ടി ആണ്. സോ സി ഇൻറ്റു ഡി വി സി ബൈ ഡി ടി. ആൻഡ് വാട്ട് ഈസ് വി സി? വി സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മൈനസ് വി ഔട്ട് ആണ്. സോ നമുക്ക് ഈ ഒരു എക്സ്പ്രഷനിൽ ഐ ഇസ് ഈക്വൽ ടു സി ഇൻറ്റു ഡി വി സി ബൈ ഡി ടി. വി സിക്ക് എന്ത് കൊടുക്കാം? മൈനസ് വി ഔട്ട് കൊടുക്കാം. സോ മൈനസ് കംസ് ഹിയർ. സോ മൈനസ് സി ഇൻറ്റു ഡി വി ഔട്ട് ബൈ ഡി ടി. ഇതാണല്ലോ. സോ ഇൻപുട്ട് സൈഡിൽ ഐയുടെ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വി ഇൻ ബൈ ആർ ആണ്. സോ വി ക്യാൻ റീപ്ലേസ് ഐ വിത്ത് വി ഇൻ ബൈ ആർ. സോ വി ഇൻ ബൈ ആർ ഇസ് ഈക്വൽ ടു മൈനസ് സി ഇൻറ്റു ഡി വി ഔട്ട് ബൈ ഡി ടി. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഔട്ട്പുട്ട് വോൾട്ടേജിന്റെ എക്സ്പ്രഷൻ ആണ്. സോ ഈ ഒരു ടേമിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് വോൾട്ടേജ് വി ഔട്ട് ഇസ് ഈക്വൽ ടു മൈനസ് ഇന്റഗ്രൽ വി ഇൻ ബൈ ആർ സി ഡി ടി. സോ ദിസ് ഈസ് ദി ഔട്ട്പുട്ട് വോൾട്ടേജ് എക്സ്പ്രഷൻ. ഈ ഒരു എക്സ്പ്രഷൻ നോക്കിക്കേ. ഔട്ട്പുട്ട് വോൾട്ടേജ് ഈസ് ദി ഇന്റഗ്രൽ ഓഫ് ദി ഇൻപുട്ട്. അതായത് ഇൻപുട്ട് വേവ് ഫോം എന്താണോ ആ ഇൻപുട്ട് വേവ് ഫോമിന്റെ ഇന്റഗ്രൽ ആയിരിക്കും ഔട്ട്പുട്ട്. സോ നമ്മൾ എന്താ ഇന്റഗ്രേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് ഈസ് ദി ഇന്റഗ്രൽ വേർഷൻ ഓഫ് ദി ഇൻപുട്ട്. സോ നമുക്ക് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇൻപുട്ടിന്റെ ഇന്റഗ്രൽ വേവ് ഫോം ആയിട്ട് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഈ സർക്യൂട്ടിനെ നമുക്ക് എന്ത് പറയാം? വി ക്യാൻ സേ ഇറ്റ് ആസ് ഇന്റഗ്രേറ്റർ. ഇന്റഗ്രേഷൻ ഓപ്പറേഷൻ ആണ് ഇവിടെ നമുക്ക് പെർഫോം ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ അപ്ലൈയിങ് സ്ക്വയർ വേവ് അറ്റ് ദി ഇൻപുട്ട്. അതായത് ഇന്റഗ്രേറ്ററിന്റെ ഇൻപുട്ടിൽ നമ്മൾ സ്ക്വയർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടുന്ന വേവ് ഫോം അതിന്റെ ഇന്റഗ്രൽ വേവ് ഫോം ആയിരിക്കും. ദാറ്റ് മീൻസ് വി വിൽ ഗെറ്റ്
ട്രയാങ്കുലാർ. സോ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഇൻ്റഗ്രേറ്ററിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത്. അതായത് ഇൻ്റഗ്രേഷൻ ഓപ്പറേഷൻ ആയിരിക്കും പെർഫോം ചെയ്യുക. സോ നിങ്ങൾക്ക് ഈ ഫൈനൽ എക്സ്പ്രഷൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. വി ഔട്ട് ഇസ് ഈക്വൽ ടു മൈനസ് ഇൻ്റഗ്രൽ 0 to t വി ഇൻ ബൈ ആർ സി ഡി ടി പ്ലസ് വി ഇനീഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കപ്പാസിറ്റർ അക്രോസ് എന്തെങ്കിലും ഇനീഷ്യൽ വോൾട്ടേജ് ഉണ്ടെങ്കിൽ ആ ഇനീഷ്യൽ വോൾട്ടേജും കൂടെ നമ്മൾ ഇതിൻ്റെ കൂടെ ആഡ് ഓൺ ചെയ്യണം. സോ ഇത്രയാണ് ഇൻ്റഗ്രേറ്ററിൽ വരുന്നത്. സോ ദ നെക്സ്റ്റ് അപ്ലിക്കേഷൻ, ഇമ്പോർട്ടൻറ്റ് അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഡിഫറൻഷിയേറ്റർ ആണ്. ഇൻ്റഗ്രേറ്റർ പോലെ തന്നെയാണ് ഡിഫറൻഷിയേറ്റർ. എന്താ ചെയ്യുന്നത്? ഇൻപുട്ട് എന്താണോ അതിൻ്റെ ഡിഫറൻഷ്യൽ വേവ് ഫോം ആയിരിക്കും നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്. സോ ഇൻ്റഗ്രേറ്ററിൻ്റെ വേവ് ഫോമുമായിട്ട് സിമിലാരിറ്റി ഉണ്ട്. വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റെസിസ്റ്ററിൻ്റെയും കപ്പാസിറ്ററിൻ്റെയും പൊസിഷൻ നമ്മളൊന്ന് എന്ത് ചെയ്യും? ഇൻ്റർചേഞ്ച് ചെയ്യും. റെസിസ്റ്റർ കപ്പാസിറ്റർ പൊസിഷൻ നമ്മൾ ഇൻ്റർചേഞ്ച് ചെയ്യും. കപ്പാസിറ്റർ വരുന്നത് ഇൻപുട്ട് സൈഡിലും റെസിസ്റ്റർ വരുന്നത് എവിടെയാണ്? ഫീഡ്ബാക്ക് സൈഡിലും ആയിരിക്കും റെസിസ്റ്റർ വരുന്നത്. അപ്പോൾ ഈ ഒരു സർക്യൂട്ട് നമുക്ക് അനലൈസ് ചെയ്ത് എന്താണ് ഔട്ട്പുട്ട് വോൾട്ടേജിൻ്റെ എക്സ്പ്രഷൻ എന്നുള്ളത് നോക്കാം. സോ ഈ ഒരു സർക്യൂട്ട് നോക്കിക്കേ. നമ്മളിതിൽ ഇൻപുട്ട് കപ്പാസിറ്ററിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് ഐ എന്ന് മാർക്ക് ചെയ്തു. ഇൻപുട്ട് കപ്പാസിറ്ററിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്താണ്? ഐ ആണ്. സോ ഈ ഒരു സർക്യൂട്ടിൽ വി ഹാവ് നെഗറ്റീവ് ഫീഡ്ബാക്ക് ഉണ്ട്. സോ വി ക്യാൻ അപ്ലൈ വിർച്വൽ ഗ്രൗണ്ട് കൺസെപ്റ്റ്. സോ നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലിൽ 0 വോൾട്ട് ആണ്. സോ ഇൻവേർട്ടിംഗ് ടെർമിനലിലും വോൾട്ട് എന്തായിരിക്കും? 0 വോൾട്ട് തന്നെ ആയിരിക്കും. സോ കപ്പാസിറ്റർ കറണ്ട് ഐ കാണിച്ചിട്ടുണ്ട് ഇവിടെ. സോ വാട്ട് ഈസ് ദ എക്സ്പ്രഷൻ ഫോർ ഐ? കപ്പാസിറ്ററിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടിന്റെ എക്സ്പ്രഷൻ ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? സി ഇൻറ്റു കപ്പാസിറ്റൻസ് ഇൻറ്റു ഇൻപുട്ട് വോൾട്ടേജ് എന്താണ്? വി ഇൻ ആണ്. സോ സി ഇൻറ്റു ഡി വി ഇൻ ബൈ ഡി ടി ആണ് കപ്പാസിറ്റർ കറണ്ടിനുള്ള എക്സ്പ്രഷൻ. സോ ഈ സെയിം കറണ്ട് തന്നെ ആയിരിക്കും നമ്മുടെ ഫീഡ്ബാക്ക് പാത്തിലും ഫ്ലോ ചെയ്യുന്നത്. ഫീഡ്ബാക്ക് പാത്തിലും സെയിം കറണ്ട് തന്നെയാണ് ഫ്ലോ ചെയ്യുന്നത്. സോ സെയിം കറണ്ട് ഫീഡ്ബാക്ക് പാത്തിൽ ഫ്ലോ ചെയ്ത് കഴിഞ്ഞാൽ ഈ റെസിസ്റ്റൻസിന് അക്രോസ് ഒരു വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവും. ആ വോൾട്ടേജ് ഡ്രോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? ഐ ഇൻറ്റു ആർ ആയിരിക്കും വോൾട്ടേജ് ഡ്രോപ്പ്. ഓക്കെ. സോ ഈ ഒരു പോയിന്റിൽ 0 വോൾട്ട് ആണ്. ഇതാണ് നമ്മുടെ ഔട്ട്പുട്ട് വോൾട്ടേജ്. സോ ദിസ് പോയിന്റ്സ് ആർ സെയിം. സോ എഗെയിൻ നമുക്ക് ഈ ഒരു ലൂപ്പിൽ എന്ത് ചെയ്യാം? KVL അപ്ലൈ ചെയ്യാം. സോ ആ ലൂപ്പിൽ നമ്മൾ KVL അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വാട്ട് വി വിൽ ഗെറ്റ്? ഐ ആർ പ്ലസ് ഐ ഇൻറ്റു ആർ വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് ആർ പ്ലസ് വി ഔട്ട് ഈസ് ഈക്വൽ ടു 0. ഇതായിരിക്കും നമുക്ക് കിട്ടുന്നത്. നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജിന്റെ എക്സ്പ്രഷൻ ആണ് വേണ്ടത്. സോ വാട്ട് ഈസ് ഔട്ട്പുട്ട് വോൾട്ടേജ്? വി ഔട്ട് ഇസ് ഈക്വൽ ടു മൈനസ് ഐ ഇൻറ്റു ആർ. ഇനി എന്താണ് ഐക്കുള്ള എക്സ്പ്രഷൻ നമ്മുടെ കയ്യിലുണ്ട്. അത് നിങ്ങൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ യു വിൽ ഗെറ്റ് വി ഔട്ട് ഇസ് ഈക്വൽ ടു മൈനസ് ആർ. ഞാൻ അതുപോലെ തന്നെ എഴുതി. ഐക്ക് പകരം ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ മൈനസ് ആർ സി ഇൻറ്റു ഡി വി ഇൻ ബൈ ഡി ടി. സോ ഇതാണ് ഔട്ട്പുട്ട് വോൾട്ടേജിനുള്ള എക്സ്പ്രഷൻ. ഇനി എക്സ്പ്രഷൻ നോക്കിക്കേ. ഔട്ട്പുട്ട് വോൾട്ടേജ് വിൽ ബി ദ ഡിഫറൻസിയേഷൻ ഓഫ് ദി ഇൻപുട്ട് അല്ലെങ്കിൽ ഡിഫറൻഷ്യൽ വേർഷൻ ഓഫ് ദി ഇൻപുട്ട്. ഇൻപുട്ടിന്റെ ഡിഫറൻസിയേഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. സോ ഇറ്റ് ഈസ് കോൾഡ് differentiator. So in differentiator you can see the expression for the output voltage. നമ്മൾ already derive ചെയ്തിട്ടുണ്ട്. Output voltage is equal to minus RC into dV in by dt എന്നുള്ള എക്സ്പ്രഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇനി ഡിഫറൻഷിയേറ്ററിൽ നമ്മളിപ്പോൾ ഒരു സ്ക്വയർ വേവ് ആണ് കൊടുക്കുന്നതെങ്കിൽ we will get സ്പൈക്ക് ആണ് നമുക്ക് കിട്ടുന്നത്. ഇനി ഒരു ട്രയാങ്കുലർ വേവ് ഫോം ആണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ നമുക്ക് എന്താ കിട്ടുക? സ്ക്വയർ വേവ് ആണ് കിട്ടുക. ഒരു സൈൻ ആണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? കോസ് ആണ് കിട്ടുക. So the next important application of op-amp is log amplifier. Log amplifier എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻപുട്ടിന്റെ ലോഗരിതം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഔട്ട്പുട്ട് കിട്ടും. സോ ഈ സർക്യൂട്ട് ഡയഗ്രം നോക്കിയാൽ ഈ സർക്യൂട്ട് ഡയഗ്രത്തിൽ നമുക്ക് വരുന്ന കമ്പോണന്റ് എന്ന് പറയുന്നത് ഡയോഡാണ് വരുന്നത്. ഡയോഡ് കണക്ട് ചെയ്തിരിക്കുന്നത് ഫീഡ്ബാക്ക് പാത്തിലാണ് ഡയോഡ് കണക്ട് ചെയ്തിരിക്കുന്നത്. സോ ഡയോഡിന് പുറമെ എന്തുണ്ട്? റെസിസ്റ്റൻസ് ഉണ്ട്. റെസിസ്റ്റൻസ് കണക്ട് ചെയ്തിരിക്കുന്നത് ഇൻപുട്ട് പാത്തിലാണ്. സോ നമുക്ക് ഈ ഒരു സർക്യൂട്ടിൽ വിർച്വൽ ഗ്രൗണ്ട് കൺസെപ്റ്റ് അപ്ലൈ ചെയ്യാം. കാരണം നെഗറ്റീവ് ഫീഡ്ബാക്ക് ഉണ്ട്. നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലിൽ 0 വോൾട്ട് ആണ്. സോ ഇൻവേർട്ടിംഗ് ടെർമിനലിലും വോൾട്ടേജ് എന്തായിരിക്കും? 0 തന്നെ ആയിരിക്കും. ഈ റെസിസ്റ്റൻസിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് ഞാൻ I എന്ന് മാർക്ക് ചെയ്തു. സോ I is equal to what is the expression for I? Potential difference by resistance. So I is equal to potential difference V in minus 0 by resistance. Resistance എന്താണ്? R ആണ്. So I is equal to V in by R എന്ന് പറയുന്ന എക്സ്പ്രഷൻ നമുക്ക് കിട്ടും.
ഓക്കെ, ഇനി സെയിം കറണ്ട് തന്നെ ഡയോഡിലൂടെ ഫ്ലോ ചെയ്യുന്നുണ്ട്. കാരണം എന്താ? ഓപ്പാമ്പ് ഡ്രോസ് 0 ഇൻപുട്ട് കറണ്ട്. ഓപ്പാമ്പിന്റെ ഇൻപുട്ട് ഇംപെഡൻസ് ഇൻഫിനിറ്റി ആയതുകൊണ്ട് തന്നെ കംപ്ലീറ്റ് കറണ്ടും ഡയോഡിലൂടെയാണ് ഫ്ലോ ചെയ്യുന്നത്. ഇനി ഡയോഡിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടിന്റെ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഡയോഡ് ഇക്വേഷൻ. ഡയോഡ് ഇക്വേഷൻ ആണ്. സോ എന്താ ഡയോഡ് ഇക്വേഷൻ? I is equal to IS into IS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിവേഴ്സ് സാച്ചുറേഷൻ കറന്റ് ഇൻറ്റു ഇ റേസ് ടു എക്സ്പോണൻഷ്യൽ പവർ. ഇനി ഡയോഡിന് അക്രോസ് ഉള്ള വോൾട്ടേജ് ആണ് VD. സോ ഇ റേസ് ടു VD ബൈ ഈറ്റ VT മൈനസ് 1 ആണ് ഡയോഡ് ഇക്വേഷൻ. ഓക്കെ, ഈറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റീരിയൽ ഫാക്ടർ ആണ്. സോ നമ്മൾ ഈ പ്രോബ്ലം സോൾവിങ്ങിന് വേണ്ടി ഈറ്റ ബൈ ഡിഫാൾട്ട് നമ്മൾ എന്തെടുക്കുന്നു? വി ആർ ടേക്കിംഗ് ഇറ്റ് ആസ് 1. ഓക്കെ, ആൻഡ് എക്സ്പോണൻഷ്യൽ ടേം ആണ് ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നത്. സോ വി ക്യാൻ ടേക്ക് ദ എക്സ്പോണൻഷ്യൽ ടേം ഓൺലി. സോ I is equal to നമുക്ക് എന്ത് കിട്ടും? IS ഇൻറ്റു ഇ റേസ് ടു ഡോമിനേറ്റിംഗ് ടേം മാത്രം ഞാൻ എഴുതി ഇ റേസ് ടു VD ബൈ VT എന്ന് പറയുന്ന എക്സ്പ്രഷൻ നമുക്ക് ഐക്ക് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ലൂപ്പിൽ KVL അപ്ലൈ ചെയ്ത് നോക്കാം. സോ പ്ലസ് മൈനസ് VD പൊളാരിറ്റി ഉണ്ട്. സോ ദിസ് ഈസ് ഔട്ട്പുട്ട് വോൾട്ടേജ് V out. സോ KVL അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ VD പ്ലസ് V out is equal to 0. ഇതായിരിക്കും KVL അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുക. സോ വാട്ട് ഈസ് V out? സോ V out is equal to മൈനസ് VD ആണ് V ഔട്ടിനുള്ള എക്സ്പ്രഷൻ. ഓക്കെ, സോ നമുക്ക് ഇതൊന്നും കൂടെ സോൾവ് ചെയ്ത് നോക്കാം. സോ നമ്മുടെ കയ്യിൽ ഐയുടെ എക്സ്പ്രഷൻ ഉണ്ട്, IS ഇൻറ്റു ഇ റേസ് ടു. സോ വാട്ട് ഈസ് I എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? V in ബൈ R ആണ് I. സോ V in ബൈ R is equal to IS ഇൻറ്റു ഇ റേസ് ടു VD. സോ ഇൻസ്റ്റെഡ് ഓഫ് VD വി ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് മൈനസ് V out അല്ലേ? മൈനസ് V out സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ഇ റേസ് ടു മൈനസ് V out ബൈ VT. ഓക്കെ, ഞാൻ ഈ IS നെ ഇങ്ങോട്ട് എടുത്തു. സോ നമുക്ക് എന്ത് കിട്ടും? V in ബൈ IS ഇൻറ്റു R ഇസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് V out ബൈ VT. സോ ഈ ഒരു എക്സ്പോണൻഷ്യൽ പവർ കളയണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെടുക്കണം? ലോഗ് എടുക്കണം. സോ ഞാൻ ലോഗ് എടുക്കുകയാണ്. സോ ln V in ബൈ IS ഇൻറ്റു R ഇസ് ഈക്വൽ ടു മൈനസ് V out ബൈ VT. നമുക്ക് എന്തിൻ്റെ എക്സ്പ്രഷനാണ് വേണ്ടത്? ഔട്ട്പുട്ട് വോൾട്ടേജ്. സോ ഇതിന്ന് ഔട്ട്പുട്ട് വോൾട്ടേജിനുള്ള എക്സ്പ്രഷൻ എഴുതിക്കേ. ഔട്ട്പുട്ട് വോൾട്ടേജിനുള്ള എക്സ്പ്രഷൻ എന്തായിരിക്കും? V out is equal to മൈനസ് VT ln V in ബൈ IS ഇൻറ്റു R. സോ ഈ ഒരു എക്സ്പ്രഷൻ നോക്കിയേ. ഔട്ട്പുട്ട് വോൾട്ടേജ് വിൽ ബി ദ ലോഗരിതം ഓഫ് ദി ഇൻപുട്ട് വോൾട്ടേജ്. അതായത് ഇൻപുട്ടിന്റെ ലോഗ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഔട്ട്പുട്ട് കിട്ടും. സോ ഇറ്റ് ഈസ് കോൾഡ് ലോഗ് ആംപ്ലിഫയർ. അതുകൊണ്ടാണ് ലോഗ് ആംപ്ലിഫയർ എന്ന് നമ്മൾ അതിനെ വിളിക്കുന്നത്. സോ മൂവിങ് ടു ദ നെക്സ്റ്റ് ആപ്ലിക്കേഷൻ, ആന്റി ലോഗ് ആംപ്ലിഫയർ. ലോഗ് ആംപ്ലിഫയർ പോലെ തന്നെയാണ് ആന്റി ലോഗ് ആംപ്ലിഫയർ. സോ ആന്റി ലോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പോണൻഷ്യൽ പവർ ആയിട്ടാണ് വരുന്നത്. സോ ഇവിടെ ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡയോഡ് കണക്ട് ചെയ്തിരിക്കുന്നത് ഇൻപുട്ട് പാത്തിലായിരിക്കും. റെസിസ്റ്റൻസ് കണക്ട് ചെയ്തിരിക്കുന്നത് എവിടെയായിരിക്കും? ഫീഡ്ബാക്ക് പാത്തിലായിരിക്കും കണക്ട് ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, ഇനി ഞാൻ ഡയോഡിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് ഞാൻ I എന്ന് മാർക്ക് ചെയ്തു. സെയിം കറണ്ട് തന്നെയാണ് റെസിസ്റ്റൻസിലൂടെയും ഫ്ലോ ചെയ്യുക. ഇനി എന്താണ് ഐയുടെ എക്സ്പ്രഷൻ? ഡയോഡിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടിന്റെ എക്സ്പ്രഷൻ എന്തായിരിക്കും? സോ ഡയോഡ് കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ I is equal to ഡയോഡ് ഇക്വേഷൻ IS ഇൻറ്റു എക്സ്പോണൻഷ്യൽ ഡോമിനേറ്റിംഗ് ടേം മാത്രമേ എഴുതുന്നുള്ളൂ ഇൻറ്റു ഇ റേസ് ടു ഡയോഡിന് അക്രോസ് ഉള്ള വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ഇൻപുട്ട് വോൾട്ടേജ്. എന്തായിരിക്കും? ഇൻപുട്ട് വോൾട്ടേജ് ആയിരിക്കും. സോ V in ബൈ VT ആയിരിക്കും കറണ്ട് എന്ന് പറയുന്നത്. ഏതിലൂടെയുള്ള കറണ്ട്? ഡയോഡിലൂടെയുള്ള കറണ്ട്. സെയിം കറണ്ട് തന്നെയാണ് നമ്മുടെ ഫീഡ്ബാക്ക് പാത്തിൽ ഫോളോ ചെയ്യുന്നത്. സോ സെയിം കറണ്ട് തന്നെയാണ് റെസിസ്റ്റൻസിലൂടെ ഫ്ലോ ചെയ്യുന്നത്, I എന്ന് പറയുന്ന കറണ്ട്. സോ റെസിസ്റ്റൻസിന് അക്രോസ് ഉള്ള വോൾട്ടേജ് ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? I ഇൻറ്റു R ആയിരിക്കും വോൾട്ടേജ് ഡ്രോപ്പ്. ആൻഡ് ദിസ് ഈസ് അവർ ഔട്ട്പുട്ട് വോൾട്ടേജ്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ലൂപ്പിൽ നിങ്ങൾക്ക് KVL അപ്ലൈ ചെയ്യാം. സോ KVL അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? I ഇൻറ്റു R പ്ലസ് ഔട്ട്പുട്ട് വോൾട്ടേജ് ഈസ് ഈക്വൽ ടു 0. നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജിനുള്ള എക്സ്പ്രഷൻ ആണ് വേണ്ടത്. ഔട്ട്പുട്ട് വോൾട്ടേജ് ഈസ് ഈക്വൽ ടു മൈനസ് I ഇൻറ്റു R ആണ്. ഇനി എന്താണ് ഐക്ക് എക്സ്പ്രഷൻ നമ്മുടെ കയ്യിൽ ആൾറെഡി ഉണ്ട്. സോ V out is equal to മൈനസ് IS. R ഇവിടെ ഉണ്ട്, ആറിനെ ഞാൻ അവിടെ തന്നെ നിർത്തി. സോ മൈനസ് IS ഇൻറ്റു R ഇൻറ്റു ഇ റേസ് ടു V in ബൈ VT
സോ ഇതൊന്ന് നോക്കിയേ, ഔട്ട്പുട്ട് വോൾട്ടേജ് ഈസ് ദി എക്സ്പോണൻഷ്യൽ പവർ ഓഫ് ദി ഇൻപുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആന്റി ലോഗ് ഓപ്പറേഷൻ ആണ്. സോ ദിസ് ഈസ് കോൾഡ് ആന്റി ലോഗ് ആംപ്ലിഫയർ. അതിന്റെ എക്സ്പ്രഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഔട്ട്പുട്ട് വോൾട്ടേജ് വി ഔട്ട് ഇസ് ഈക്വൽ ടു മൈനസ് ഐ എസ് ഇൻറ്റു ആർ ഇൻറ്റു ഇ റേസ് ടു, എക്സ്പോണൻഷ്യൽ ആണ് ഇ റേസ് ടു വി ഇൻ ബൈ വി ടി. സോ ദിസ് ഈസ് ആന്റി ലോഗ് ആംപ്ലിഫയർ. We are moving to the next important application of op-amp, that is differential amplifier. നമ്മൾ ആംപ്ലിഫയർ ക്ലാസിഫിക്കേഷൻ ആൾറെഡി പറഞ്ഞിട്ടുണ്ട്. ആംപ്ലിഫയർ എന്ന് പറഞ്ഞാൽ സിംഗിൾ ഇൻപുട്ട് വരുന്ന കേസിൽ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ, നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ, ഈ രണ്ട് ക്ലാസിഫിക്കേഷനാണ് op-ampന്റെ കേസിലുള്ളത്. ഇവിടെ ഒന്നിലധികം ഇൻപുട്ട് ഉണ്ട്, രണ്ട് ഇൻപുട്ട് നമുക്ക് ഇവിടെ ഉണ്ട്, V1 V2. സോ രണ്ട് ഇൻപുട്ട് ഉള്ള കേസിൽ നമ്മൾ ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ എന്നാണ് അതിനെ വിളിക്കുന്നത്. സോ ഈ ഒരു സർക്യൂട്ടിന്റെ വർക്കിംഗ് ഒന്ന് നോക്കാം, എങ്ങനെയാണത് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ആയത് എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യാം. സോ ഈ ഒരു സർക്യൂട്ട് നമുക്ക് അനലൈസ് ചെയ്യണമെങ്കിൽ വി നീഡ് സൂപ്പർ പൊസിഷൻ തിയറം. സൂപ്പർ പൊസിഷൻ തിയറം നമുക്ക് വേണം. ഒന്നിലധികം ഇൻപുട്ട് ഉണ്ട്, V1 ഉണ്ട് V2 ഉണ്ട്. സോ അറ്റ് എ ടൈം രണ്ടിൻ്റെയും റെസ്പോൺസ് നമുക്ക് എടുക്കാൻ പറ്റില്ല, 1 by 1 ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. സോ വി ആർ ഡൂയിങ് ദി സൂപ്പർ പൊസിഷൻ തിയറം. സൂപ്പർ പൊസിഷൻ തിയറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ V1 എടുത്തു, V1 എന്ന് പറയുന്ന വോൾട്ടേജ് എടുത്തു, V2 0 ആയിട്ട് എടുത്തു. V2 is not present, so take it as 0. so V2 ഇല്ല. ഈ ഒരു കണ്ടീഷനാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഈ ഒരു സർക്യൂട്ട് നോക്കിയേ, V1 മാത്രമേ ഉള്ളൂ, V2 ഇല്ല. സോ V1 മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദി സർക്യൂട്ട് വിൽ ആക്ട് ആസ് വാട്ട്? ഇൻവേർട്ടിംഗ് ടെർമിനലിലാണ് ഇൻപുട്ട് വന്നിരിക്കുന്നത്. ഫീഡ്ബാക്ക് റെസിസ്റ്റൻസ് ഉണ്ട്, ഇൻപുട്ട് റെസിസ്റ്റൻസ് ഉണ്ട്, ഇൻപുട്ട് ഉണ്ട് ഇൻവേർട്ടിങ്ങിൽ. സോ ദിസ് വിൽ ബി ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ ആൻഡ് ദ ഗെയിൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? മൈനസ് RF by R1 ആണ് ഗെയിൻ, മൈനസ് RF by R1 ആണ് ഗെയിൻ. സോ ഗെയിൻ അറിയാമെങ്കിൽ നമുക്ക് ഔട്ട്പുട്ട് കണ്ടുപിടിച്ചൂടെ? ഫസ്റ്റ് കേസിലുള്ള ഔട്ട്പുട്ട് കണ്ടുപിടിച്ചൂടെ? സോ ഫസ്റ്റ് കേസിലുള്ള ഔട്ട്പുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ V01 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗെയിൻ ഇൻറ്റു ഇൻപുട്ട് ആണ്. എന്താണ് ഇൻപുട്ട്? V1. എന്താണ് ഗെയിന്? മൈനസ് RF by R1. സോ ഫസ്റ്റ് കേസിലുള്ള ഔട്ട്പുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് RF by R1 ഇൻറ്റു V1. സോ ഇതാണ് ഫസ്റ്റ് കേസിലുള്ള ഔട്ട്പുട്ട് വോൾട്ടേജിനുള്ള എക്സ്പ്രഷൻ. ഇനി നമ്മൾ സൂപ്പർ പൊസിഷനിൽ സെക്കൻഡ് കേസ് എടുക്കുകയാണ്. സെക്കൻഡ് കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ V1 ഈസ് നോട്ട് പ്രസന്റ്, V1 ഈസ് നോട്ട് പ്രസന്റ് എന്ന് പറഞ്ഞാൽ 0, V2 ഈസ് ദർ, V2 ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ നേരെ റിവേഴ്സ് കണ്ടീഷൻ. നേരെ റിവേഴ്സ് കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ V1 എന്തായിരിക്കും? 0 ആയിരിക്കും, ആൻഡ് V2 എന്ന് പറയുന്നത് പ്രസന്റ് ആണ്. സോ V2 പ്രസന്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ V2 ആണെങ്കിൽ നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലിൽ വരുന്ന വോൾട്ടേജ് എന്തായിരിക്കും? ഈ റെസിസ്റ്റൻസിന് അക്രോസ് വരുന്ന വോൾട്ടേജ് എന്തായിരിക്കും? റെസിസ്റ്റൻസിന് അക്രോസ് വരുന്ന വോൾട്ടേജ് എന്തായിരിക്കും? വോൾട്ടേജ് ഡിവിഷൻ റൂൾ എന്തായിരിക്കും? V2 ഇൻറ്റു RG ഡിവൈഡഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ് R2 പ്ലസ് RG. ഇതാണ് ഈ ഒരു പോയിന്റിൽ വരുന്ന വോൾട്ടേജ്. ഐ എം മേക്കിംഗ് ഇറ്റ് ആസ് VX. ഇതിനെ VX എന്ന് എടുത്തു. സോ ഇതാണ് ഇൻപുട്ട് വരുന്നത്. എവിടെ? നോൺ ഇൻവേർട്ടിംഗ് ടെർമിനൽ. സോ നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലിൽ അങ്ങനെ ഒരു ഇൻപുട്ട് വന്നു കഴിഞ്ഞാൽ ഈ സർക്യൂട്ട് എന്തായിട്ട് ആക്ട് ചെയ്യും? നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ ആയിട്ട് ആക്ട് ചെയ്യും. സോ നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ ആണെങ്കിൽ സെക്കൻഡ് കേസിലുള്ള ഔട്ട്പുട്ട് എന്തായിരിക്കും? V02. സെക്കൻഡ് കേസിലുള്ള ഔട്ട്പുട്ട് എന്തായിരിക്കും? ഗെയിൻ ഇൻറ്റു ഇൻപുട്ട് അല്ലേ? എന്തായിരിക്കും ഗെയിന്? നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ ആണ്. സോ ഗെയിൻ എന്തായിരിക്കും? 1 പ്ലസ് RF by R1 ആണ് ഗെയിനിന്റെ എക്സ്പ്രഷൻ. ഇൻറ്റു ഇൻപുട്ട് എന്തായിരിക്കും? VX. ഈ പോയിന്റിൽ വരുന്നതാണ് ഇൻപുട്ട്, ഇൻറ്റു VX. എന്താണ് VX? VX ഈസ് V2 ഇൻറ്റു RG ഡിവൈഡഡ് ബൈ R2 പ്ലസ് RG. ഓക്കെ, ഇനി നമ്മൾ ഈ ഒരു സർക്യൂട്ടിൽ നോർമലി R1 ഇസ് ഈക്വൽ ടു R2, അതുപോലെ തന്നെ RF is equal to RG എന്നാണ് എടുക്കാറ്. RF is equal to RG എന്നാണ് നമ്മൾ ഇതിൽ നോർമലി എടുക്കാറ്. സോ R1 is equal to R2, RF is equal to RG എന്ന് എടുത്തു കഴിഞ്ഞാൽ ഈ എക്സ്പ്രഷൻ എന്തായിട്ട് മാറുന്നുള്ളതെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, സോ ഒരു എക്സ്പ്രഷനിൽ ഒന്ന് സിംപ്ലിഫൈ ചെയ്യാണ്. V02 is equal to 1 plus RF by R1. ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? R1 plus RF divided by R1 into V2 into RG by R2 plus RG. Okay, so R1 is R2, RF is RG എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടേം കട്ടായി പോകും.
സോ നമുക്ക് എന്ത് കിട്ടും? സോ ദിസ് ഈസ് V2 ഇൻറ്റു RG. V2 ഇൻറ്റു RG. RG എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് തന്നെയാണ്? RF ആണ്. സോ V2 ഇൻറ്റു RG ഡിവൈഡഡ് ബൈ V2 ഇൻറ്റു RG ഡിവൈഡഡ് ബൈ R1. അതായിരിക്കും V02 എന്ന് പറയുന്നത്. RG സെയിം ആസ് RF. അങ്ങനെയാണെങ്കിൽ V01 ഉണ്ട്, V02 ഉണ്ട്. സോ ടോട്ടൽ ഔട്ട്പുട്ട് എന്തായിരിക്കും? സോ ടോട്ടൽ ഔട്ട്പുട്ട് വിൽ ബി ദ സം ഓഫ് ദി ടു ഇൻഡിവിജ്വൽ റെസ്പോൺസ്. V01 പ്ലസ് V02 ആയിരിക്കും ടോട്ടൽ ഔട്ട്പുട്ട്. സോ V01 എന്താണ്? മൈനസ് RF ബൈ R1 ഇൻറ്റു V1 പ്ലസ് സെക്കൻഡ് കേസിൽ V02 എന്ത് വരും? V2 ഇൻറ്റു RG ബൈ R1. RG ഈസ് RF. സോ RF ബൈ R1. അപ്പോൾ ഇതിൽ ഏത് കോമൺ ആണ്? RF ബൈ R1 എന്നുള്ളത് കോമൺ ആണ്. സോ ഔട്ട്പുട്ട് വോൾട്ടേജ് ഈസ് ഈക്വൽ ടു RF ബൈ R1 ഞാൻ കോമൺ ആയിട്ട് എടുത്തു. സോ RF ബൈ R1 ഇൻറ്റു RF ബൈ R1 കോമൺ ആക്കി എടുത്തു കഴിഞ്ഞാൽ ഇൻറ്റു ബ്രാക്കറ്റിൽ V2 മൈനസ് V1. അതായത് ഇൻപുട്ട് വോൾട്ടേജ് V2ൻ്റെയും V1ൻ്റെയും ഡിഫറൻസ്, ഇൻപുട്ട് വോൾട്ടേജസ് ആണല്ലോ V1 V2, അതിൻ്റെ ഡിഫറൻസിനെയാണ് ഇത് ആംപ്ലിഫൈ ചെയ്യുന്നത്. സോ V1ൻ്റെയും V2ൻ്റെയും ഡിഫറൻസിനെയാണ് നമുക്ക് ആംപ്ലിഫൈ ചെയ്ത ഔട്ട്പുട്ടിൽ കിട്ടുന്നത്. സോ ഇറ്റ് ഈസ് കോൾഡ് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ, അല്ലെങ്കിൽ നമുക്ക് ഇതിനെ സബ്ട്രാക്ടർ എന്നും പറയാം. ഈ ഒരു സർക്യൂട്ട് തന്നെയാണ് സബ്ട്രാക്ടർ. ഇൻപുട്ടിന്റെ സബ്ട്രാക്ഷൻ ആണ് ഇവിടെ ചെയ്യുന്നത്. V2 മൈനസ് V1 ആ സബ്ട്രാക്ഷൻ ചെയ്ത് അതിനെ ആംപ്ലിഫൈ ചെയ്തിട്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഔട്ട്പുട്ട് വേവ് ഫോം കിട്ടുന്നത്. സോ ദിസ് ഈസ് അബൌട്ട് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ. സോ ഇനി ബാക്കി വരുന്ന അപ്ലിക്കേഷൻസ് ലൈക്ക് സ്മിത്ത് ട്രിഗർ, കമ്പറേറ്റർ, പ്രിസിഷൻ റെക്ടിഫയർ, ആക്റ്റീവ് ഫിൽട്ടർ, അങ്ങനെ ഒരുപാട് അപ്ലിക്കേഷൻസ് ഇനിയും വരുന്നുണ്ട്. അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യും.